ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മനയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനമാണ്. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, ദൈവ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന, ദൈവത്തിൽ അഭയം പ്രാപിക്കുന്ന ഓരോ ദൈവഭക്തനുമുള്ള ദൈവിക സംരക്ഷണം, ദൈവിക കരുതലിനെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. ദൈവ പൈതലിനെതിരായി ഉയർത്തുന്ന ജാതികളുടെ ആലോചന അതെന്താണ്? തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് അനവധി കാണാൻ കഴിയും. ദൈവഭക്തന്റെ തലമുറയെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാനുള്ള പദ്ധതി, ദൈവഭക്തന്റെ നന്മയെ അപഹരിക്കാനുള്ള പദ്ധതി, ദൈവഭക്തന്മാരെ ദണ്ഡിപ്പിക്കുവാൻ, പീഡിപ്പിക്കുവാൻ, അവരെ വല്ലാതെ ജീവിത പ്രതിസന്ധിയിലാഴ്ത്താനുള്ള പദ്ധതി, അവരുടെ നന്മയെ അപഹരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കാനുള്ള പദ്ധതി. നമുക്കറിയാം, മിസ്രൈമിൽ ഫറവോൻ ഒരുക്കിയ എല്ലാ പദ്ധതികളെയും ദൈവം പൊളിക്കുക മാത്രമല്ല, തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ശേഷവും അവരുടെ പിന്നാലെ ചെന്നവരെ കൊള്ളയിടുവാനും അവരെ തകർത്ത് വീണ്ടും അവരെ തങ്ങളുടെ കരതലത്തിൽ ഒതുക്കി വെക്കാനും നോക്കിയ ഫറവോന്റെ ശക്തിയെ ദൈവം തകർക്കുക മാത്രമല്ല, നിഷ്ഫലമാക്കുകയും നിശേഷം തകർക്കുകയും ചെയ്തെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങൾക്കെതിരായി ഉയരുന്ന ഒരു പദ്ധതിയും അത് ഉയരാതെ വണ്ണം തകർക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം. യോശുവയോട് പറഞ്ഞതുപോലെ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നിന്റെ വഴിയാത്രയിൽ നിന്നെ സൂക്ഷിപ്പാൻ, നിന്റെ ഗമനങ്ങളെയും ആഗമനങ്ങളെയും സംരക്ഷിച്ച് പരിപാലിക്കുവാൻ, നിന്റെ നന്മയെ നിനക്ക് നൽകി വാരിക്കുവാൻ, നിന്റെ അധ്വാന ഫലം നീ തിന്നും എന്ന് തിരുവെഴുത്ത് പറയുന്നുവെങ്കിൽ, നിങ്ങൾക്കുള്ള നന്മയെ, നിങ്ങളുടെ അനുഗ്രഹത്തെ, നിങ്ങളുടെ അവകാശത്തെ ഒന്നിനെയും തൊടാതെ വണ്ണം കർത്താവ് തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കും, രക്തച്ചിറകടിയിൽ മറയ്ക്കും, ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും വിടുവപ്പാൻ ശക്തനാണ് എന്ന് തിരിച്ചറിയുക, ധൈര്യപ്പെടുക. ശത്രുവിൻ്റെ ആഗ്രഹം നമ്മെ തകർക്കുവാനും ഉന്മൂലനാശം ചെയ്യാനും ഉയരാതിരിക്കുവാൻ, അതേ മുളയിലെ നുള്ളിക്കളയാനും ഒക്കെയാണ് പദ്ധതിയെങ്കിലും ദൈവം അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. തൻ്റെ ഭക്തനെ മാനിക്കുവാൻ, തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ, തൻ്റെ ജനത്തോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് ദൈവ തിരുമുഖത്തേക്ക് നോക്കി പ്രത്യാശയോടെ യാത്ര ചെയ്യുക. നാം പോകാൻ പോകുന്ന നിത്യതയുടെ തുറമുഖത്തെ ലക്ഷ്യമാക്കി നാം കേട്ടുകൊണ്ടിരിക്കുന്നതോ കണ്ടുകൊണ്ടിരിക്കുന്നതോ ഒന്നും നിങ്ങളെ അലോസരപ്പെടുത്താതെ ലക്ഷ്യത്തിലേക്ക് തന്നെ ശ്രദ്ധ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാൻ. കാരണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ സഹിത്വവും സംരക്ഷണവും ഭക്തന്മാർക്കുണ്ട്. അതെനിക്ക് നിങ്ങൾക്ക് എന്നും ഉണ്ടാകുവാൻ അവൻ്റെ പൊന്ന് കരുതലയത്തിൽ താണിരിക്കാം, അത്യുന്നതന്റെ മറവിൽ വസിക്കാം, സർവശക്ത നിഴങ്കിൽ പാർക്കാം. അവൻ നമ്മെ സുരക്ഷിതമായി പരിപാലിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. പ്രത്യാശയോടെ മുന്നേറാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. God bless you all.